ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്കൊരു ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. മെഴുക്കുവരട്ടിയൊക്കെ എല്ലാവർക്കും നന്നായി അറിയാവുന്ന റെസിപ്പീസാണ്. എന്നാലും ഓരോ അടുക്കളയിൽ ഉണ്ടാക്കും, അതിന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കത്തില്ലേ. ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ചെറുതായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് വഴന്ന് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ബീൻസും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ചിട്ട് നമുക്ക് അത് ഒതുക്കി വെച്ചിട്ട് അത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോഴും ഇത് എടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നാലും അത് അടുക്കി പിടിക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കായപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫ്ലേവർ തരും. ഒരുമാതിരിപ്പെട്ട മെഴുക്കുവരട്ടിക്കൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യാറില്ലെങ്കിൽ ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.